നമസ്കാരം. മുത്തച്ഛൻ കോവിൽ ദേവസ്ഥാനം മഠാധിപതി രാമചന്ദ്രൻ. വിഷ്ണുവായെ പ്രാർത്ഥിച്ച് വിഷ്ണുവായയ്ക്ക് വേണ്ടതായിട്ടുള്ള സങ്കല്പങ്ങളും പ്രാർത്ഥനകളും ചെയ്ത് നമ്മളുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു വഴി തുറക്കാൻ കഴിയും എന്നാണ് എൻ്റെ ജന്മം കൊണ്ടും ഞാൻ സ്വാമിയെ ഭജിച്ച കാലം മുതൽ നമ്മൾക്ക് തന്നിട്ടുള്ള അനുഭവം. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭഗവാൻ നമ്മളുടെ കൂടെ നിന്ന് ഒരു സഹോദരനായിക്കൊണ്ടും അച്ഛനായിക്കൊണ്ടും ഒരു അമ്മാവനായിക്കൊണ്ടും ജ്യേഷ്ഠനായിക്കൊണ്ടും അനുജനായിക്കൊണ്ടും ഒരു കുട്ടിയെപ്പോലെ നമ്മളെ സേവിക്കുകയും നമ്മളുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും സ്വാമിയുടെ ദൃഷ്ടി ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ സ്വാമി നമ്മളെ കൈപിടിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നടത്തിക്കൊണ്ട് നമ്മളുടെ ജീവിത പന്ഥാവിലേക്ക് നല്ല ഇതായിട്ടുള്ള മാർഗങ്ങളിലൂടെ നയിച്ച് ബുദ്ധിയും വിശേഷ ബുദ്ധിയും നൽകിക്കൊണ്ട് നമ്മളെ രക്ഷകനായിക്കൊണ്ട് അനുവർത്തിക്കുന്നൊരു ദേവചൈതന്യമാണ് വിഷ്ണുവായ ചൈതന്യം. അതോടൊപ്പം തന്നെ വിഷ്ണുവായയുടെ കൃത്യമായുള്ള ഭജന കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളും ഐശ്വര്യങ്ങളും നിർവചിക്കാൻ കഴിയാത്തതിലുപരിയാണ്. അതോടൊപ്പം തന്നെ സ്വാമിയുടെ വഴിപാടുകൾ, അതായത് നമ്മൾ സ്വാമിക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ സ്വാമി അടുത്തതായി നമ്മൾക്ക് വരുന്ന കാര്യങ്ങളെ നമ്മൾ അപേക്ഷിച്ചാൽ അവിടെ സ്വാമി കണ്ണടച്ചു നിൽക്കുകയും മൗനം പാലിക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ സ്വാമിയെ വീണ്ടും പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് സ്വപ്ന ദർശനത്തിലൂടെ സ്വാമി വന്ന് നീ എനിക്ക് തരേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ മുടക്കിയിട്ടുണ്ട്, ആ കർമ്മങ്ങൾ പൂർത്തീകരിച്ചാൽ ഞാൻ നിന്നോടുകൂടെ വീണ്ടും നിന്നോടൊപ്പം നിന്ന് നിൻ്റെ കാര്യങ്ങൾ സഫലീകരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള ഭാവേന നമ്മളോട് കൂടെ വീണ്ടും വന്ന് എല്ലാ ഐശ്വര്യങ്ങളും തരാനായിട്ട് കനിഞ്ഞു നൽകുന്ന ഒരു ദേവചൈതന്യമാണ് വിഷ്ണുവായ ചൈതന്യം. മുത്തച്ഛൻ കോവിലിലെ വിഷ്ണുവായ സാന്നിധ്യം ഏവർക്കും അനുഭവത്തിലും വളരെയധികം അനുഭവ സമ്പത്തും നൽകിയിട്ടുള്ള ഈ മുത്തച്ഛൻ കോവിൽ ദേവസ്ഥാനം ഇന്നും ആ ചൈതന്യം അധികം ഭംഗിയോടുകൂടി തന്നെ വളരെ അർത്ഥവത്തായി തന്നെ ജനങ്ങൾക്കും ഭക്തന്മാർക്കും അരുളിക്കൊണ്ടിരിക്കുകയാണ് ഈ മുത്തച്ഛൻ കോവിൽ ദേവസ്ഥാനം.